ശ്വാശ്വതികാനന്ദ മുങ്ങിമരിച്ചെന്ന വാദം അവിശ്വസനീയമാണെന്ന് ആലുവ അദ്വൈതാശ്രമത്തിലെ മേൽശാന്തി ദേവാനന്ദ. പ്രാഥമിക ശുശ്രൂഷ നൽകുമ്പോൾ മുങ്ങിമരണത്തിന് ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ദൃക്സാക്ഷിയായിരുന്ന ദേവാനന്ദ പറഞ്ഞു. മരണത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും തന്നെയാണെന്ന് സംശയിക്കുന്നതായും സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും ശ്വാശ്വതികാനന്ദയുടെ സഹോദരി ശാന്ത പീപ്പിൾ TVയോട് പറഞ്ഞു. സ്വാമിജിക്ക് പുഴയിൽ നല്ല പരിചയം തന്നെയായിരുന്നു. കാരണം നീന്താൻ നല്ല വശമുണ്ടായിരുന്നു. പലപ്പോഴും ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തെ സമയത്ത് നീന്തി കുളിച്ച് കയറി വരുന്നുണ്ട്. ഞാൻ നേരത്തെ കണ്ടുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് അന്നത്തെ ദിവസം എനിക്ക് കടവിൽ പോകാൻ പറ്റിയില്ല. വെള്ളം കുടിച്ച് ശ്വാസം വെട്ടി മരിച്ച ഒരു ലക്ഷണം കണ്ടില്ല. നമ്മൾ ബോഡി കരക്ക് കൊണ്ടുവന്ന് ശരിക്കും ആ സമയത്ത് ജീവനുണ്ടെന്നുള്ള കാര്യത്തിനെ നമ്മളിങ്ങനെ മർദ്ദിക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഉണ്ടെങ്കിൽ പോട്ടെ വെച്ച്. അപ്പോൾ ഇങ്ങനെ വയറിങ്ങനെ നെക്കിയ സമയത്ത് വന്നത് ഈ പാലിൻ്റെ അംശം മാത്രമാണ്. വെള്ളത്തിൻ്റെ അംശമൊന്നും വന്നിട്ടുണ്ടായില്ല. വെള്ളം കുടിച്ച് മരിക്കണം. ചിലപ്പോൾ ശരിക്കും വയറ്റിൽ നമ്മൾ നിൽക്കുന്ന തോറും വയറ്റിൽ നിന്ന് വെള്ളം ചാടണ്ടല്ലേ, വായിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരണ്ടായിരുന്നു. വെള്ളാപ്പള്ളി സാറിനെ പോലെയുള്ള ഒരാളിനോട് ആർക്കും മത്സരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അത്രയ്ക്കും കരുത്തനായ ഒരു മകൻ അച്ഛനെ പോലെ തന്നെ കരുത്തനായ മകനാണ്. അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലുള്ള സംശയങ്ങൾ നമുക്ക് വെളിയിലോട്ട് മിണ്ടാൻ പറ്റത്തില്ല. അദ്ദേഹം അല്ലെങ്കിൽ മോൻ ഇവരുടെ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി സാറായിരുന്നു. അന്ന് പരാതി കൊടുത്തപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഈ അന്നത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് നീതി കിട്ടത്തില്ലെന്ന് മനസ്സിലായി. CBI അന്വേഷണം വേണമെന്ന് എന്നെ പറഞ്ഞിട്ടും അതിനും യാതൊരു ഇതും കിട്ടിയില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഒരാളെ ആലുവയിൽ ആശ്രമത്തിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അത് പിന്നെ ശരിക്കും വാടക ഗുണ്ടയാ നല്ല എന്തെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ബഹ്റിനിൽ വെച്ച് ശ്വാശ്വതികാനന്ദയും വെള്ളാപ്പള്ളിയും പിണങ്ങിയെന്ന് പ്രവാസി വ്യവസായി സുജാതന്റെ വെളിപ്പെടുത്തൽ. സ്വാശ്രയ കോളേജ് അപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതെന്നും സുജാതൻ പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പറഞ്ഞു. ശ്വാശ്വതികാനന്ദ സ്വാമി 2002 ജൂണിലാണ് ബഹ്റിനിലാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനും കുടുംബവുമൊക്കെയായി എത്തുന്നത്. എൻ്റെ വീട്ടിൽ വെച്ച് SNDP യോഗത്തിൻ്റെ സ്വയാശ്രയ കോളേജുകളുടെ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു ചർച്ചയ്ക്കിടയിൽ വെള്ളാപ്പള്ളി നടേശൻ തെറ്റായി ധരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ സ്വാമിയെ അധിക്ഷേപിക്കുകയും സ്വാമിയോട് പഴത്തൊലി വഴി നടക്കുന്ന ഒരു സ്വാമിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. സ്വാമിജിയുടെ ഇടപെടലുകൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം സ്വാമിജി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിലേക്ക് SNDP യോഗവും SN ട്രസ്റ്റും അങ്ങ് അവരുടെ പൊതുസ്വത്തായി മാറാൻ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. അതിനുശേഷവും കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും ശ്വാശ്വതികാനന്ദ സ്വാമിയുടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരുവാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. എന്നതിലുപരി വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ നേതാവാക്കിയത് ശ്രീ ശ്വാശ്വതികാനന്ദ സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപകട മരണം അല്ലെങ്കിൽ സംശയത്തോടു കൂടിയുള്ള ഒരു മരണം അതിൻ്റെ സത്യസന്ധത ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ളതാണ്. ശ്വാശ്വതികാനന്ദയെ കൊലപ്പെടുത്തിയതാണെന്ന പുതിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് ശിവഗിരി മഠം മുൻ സെക്രട്ടറി സൂഷ്മാനന്ദയുടേതാണ് പ്രതികരണം. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ അന്വേഷണത്തിൽ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിട്ടുപോയ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതല്ലാതെ ഇപ്പോൾ അന്നത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അന്നത്തെ ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായ സാഹചര്യത്തിൽ ഈ പുതിയ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണുള്ളത്. ശ്വാശ്വതികാനന്ദയുടെ കൊലപാതകം സംബന്ധിച്ച് ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പ്രിയൻ അപ്രത്യക്ഷനായി. പള്ളുരുത്തി സ്വദേശിയായ പ്രിയൻ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം പ്രിയനാണ് കൊല നടത്തിയതെന്നായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. പള്ളുരുത്തി പക്ഷിത്തോട് പാലത്തിന് സമീപമാണ് പ്രിയൻ പുതുതായി നിർമ്മിച്ച ബഹുനില വീട്. തൊട്ടടുത്ത് തന്നെ പഴയ ഓടുമേഞ്ഞ വീടുമുണ്ട്. ഇന്നലെ വൈകിട്ട് വാർത്ത പുറത്തു വരുന്നതുവരെ പ്രിയൻ ഈ വീട്ടിലുണ്ടായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഒന്നൊന്നായി ഈ വീടിന് മുന്നിലേക്ക് എത്തിത്തുടങ്ങി. പ്രിയൻ വീട്ടിലില്ലെന്ന മറുപടിയാണ് വീട്ടുകാർ നൽകിയത്. ഇതിനിടെ ഇരുചക്ര വാഹനങ്ങളിലായി ഒരു സംഘം വീട്ടിലെത്തി. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലായതോടെ ഇവരും പല വഴിക്ക് പിരിഞ്ഞു. ഇതിനിടെ പ്രിയന്റെ മൊബൈലിൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
വൈകാതെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഇതിനൊപ്പം വീടിനുള്ളിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാർ വീട് പൂട്ടി പുറത്തേക്ക് പോയി. ഇവരെ സമീപിച്ച മാധ്യമപ്രവർത്തകരോട് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു പ്രതികരണം. പ്രിയനെ കാത്തു നിൽക്കേണ്ട എന്നവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ പ്രിയൻ ഒളിവിൽ പോയെന്ന് വ്യക്തമായി. തൊട്ടടുത്തുള്ള വെള്ളാപ്പള്ളിയുടെ അനന്തരവന്റെ വീട്ടിൽ പ്രിയൻ ഉള്ളതായി അറിഞ്ഞതോടെ മാധ്യമങ്ങൾ അവിടേക്ക് ചെന്നു. എന്നാൽ വീട്ടുടമ പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രിയൻ അടുത്തിടെ വലിയ വീട് നിർമ്മിച്ചത് സംബന്ധിച്ച് പരിസരവാസികൾ പല സംശയങ്ങളും പ്രകടിപ്പിച്ചെങ്കിലും ഇത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയാൻ അവർ തയ്യാറായതുമില്ല. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം തനിക്കെതിരായ ഏതൊരു ആരോപണവും നേരിടാൻ തയ്യാറെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സർക്കാർ അന്വേഷണം നടത്തണമെന്ന് VS ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ശാശ്വതീകാനന്ദയുടെ കുടുംബത്തിനു കൂടി സ്വീകാര്യമായ അന്വേഷണം വേണമെന്ന് VM സുധീരൻ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് അത് സംബന്ധിച്ചൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രദമായ അന്വേഷണം നടത്തി ഈ ആരോപണത്തിൻ്റെ നിജസ്ഥിതി കണ്ടെത്തി ഈ ശാശ്വതാനന്ദ സ്വാമിയുടെ സമാധിയായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തുന്നതിന് ഞാനെതിരല്ല. ഇപ്പോൾ CBI അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. ഈ പറയുന്നത് CBI എൻക്വയറിയോ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ കത്ത് കൊടുക്കാം. ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കേസ് കൊടുക്കാം. ശ്രീ പ്രിയൻ എന്നെ കാണാൻ വേണ്ടി ശ്രമിച്ചുവെന്നും ഫോണിലൂടെ സംസാരിച്ചു വരും പറഞ്ഞ കാര്യങ്ങളും അത് ഈ കേസുമായി മുന്നോട്ട് ഇത് 2ാമത് കേസ് ഇത് അന്വേഷിക്കുകയാണെങ്കിൽ പ്രിയൻ പ്രതിയായി പോകുന്നു. ഇപ്പോൾ ഒരു കേസിൽ ജീവപര്യന്തത്തിൽ നിന്ന് പുറത്ത് വന്നതേ ഉള്ളൂ എന്നൊക്കെ പ്രിയൻ എന്നോട് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത്? പറഞ്ഞ സാർ അത് വെള്ളാപ്പള്ളി നടേശ് സാർ അവർക്ക് വേണ്ടിയാണ് ചെയ്തത് സാർ എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അത് ഗവൺമെൻറ് അന്വേഷിച്ച് ആവശ്യമായ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വളരെ വിശദമായി അന്വേഷിച്ചതാണ്. അത് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുള്ളതുമാണ്. ഇനിയും കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ 173(8) CRPC അനുസരിച്ചുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. ബിജു രമേശിൻ്റെ ഈ ആരോപണം അത്ര പെട്ടെന്ന് തള്ളിക്കളയാവുന്നതല്ല. കാരണം അതിന് വ്യക്തമായ ആളുകളെ പറഞ്ഞാണ് ആരോപണം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരാളിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അയാളെ ചോദ്യം ചെയ്തിട്ടില്ല ഈ കേസിലൊന്നും. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയാണ്, ഒരു പാളിച്ചയാണ്. ആ പാളിച്ച പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് പുനരന്വേഷണം വേണമെന്ന് SNDPയുടെ പ്രമേയം. ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ ബിജു രമേശിനെതിരെ നടപടിയുണ്ടെന്നും പ്രമേയത്തിൽ പറയുന്നു. ഞങ്ങൾക്കൊരു ഇതുകൊണ്ട് ഈ അനാവശ്യമായി ഇങ്ങനെ സംഘടന ഇതിനെപ്പറ്റി എതിർക്കുന്ന ഈ സ്വാമിയുടെ വിഷയങ്ങൾ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമെന്ന് ഡോക്ടർ സോമൻ. സ്വാമി ശാശ്വതീകാനന്ദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് താനല്ലെന്നും തനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ലെന്നും ഡോക്ടർ സോമൻ പ്രതികരിച്ചു. ആലുവ SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ ആ സമയത്ത്. അതിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന അദ്വൈതാശ്രമത്തിലെ അഡ്വൈസറി കമ്മിറ്റിയിലെ ചെയർമാനും. ഇത് രണ്ടും പരസ്പരം പൂരമായി കിടക്കുന്നു. അവിടെ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ ഓടിപ്പാഞ്ഞെത്തേണ്ട എൻ്റെ കടമയാണ്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ആ കടമ ഞാൻ നിർവഹിച്ചു. അതാണ് അതിനകത്തുള്ള കാര്യം കേട്ടോ. പിന്നെ അന്നേരത്തെ ഞാനല്ല, ഞാൻ അവിടെയുണ്ട്, ആശ്രമത്തിലുണ്ട്. എൻ്റെ സാന്നിധ്യമില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് വേറെ സാന്നിധ്യം പാടില്ല. വെള്ളാപ്പള്ളി RSS സഖ്യത്തിന് പിന്നിൽ താനാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രസ്താവന അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നേരെ ചാടുന്നതിന് തുല്യമാണ്. UDF യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു എന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണ്. താൻ മതേതരവാദിയാണെന്നതിന് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. തന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേരളത്തിലെ മതേതര വിശ്വാസികൾ വിശ്വസിക്കുകയില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള തട്ടിപ്പിന് വെള്ളാപ്പള്ളി മറുപടി പറയണമെന്ന് പിണറായി വിജയൻ. SNDP സംഘപരിവാറിനോട് ചേരുന്നത് ഗുരുവിനോടുള്ള അവഹേളനമാണ്. സംഘപരിവാറിന്റെ ഉപകരണമായി മാറി BJPക്ക് കീഴടങ്ങുന്ന അദ്ദേഹം ഗുരുവിനെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഫേസ്ബുക്കിലാണ് പിണറായിയുടെ പ്രതികരണം. BJPയുമായി ബന്ധം സ്ഥാപിക്കാൻ കോൺഗ്രസ് SNDPയെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ.
ഇടനിലക്കാരനായി രാജൻ ബാബുവിനെ മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. പരാജയം മുമ്പിൽ കാണുന്ന UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം, SNDPയെ ഉപയോഗിച്ച് BJPയുമായി ഒരു രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ഇടനിലക്കാരനായി UDFയുടെ നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെ മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുകയാണ്. BJP പറയുന്നു ഞങ്ങളിപ്പോൾ മൂന്നാം മുന്നണിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അതിന് ഈ പറയുന്ന വെള്ളാപ്പള്ളി കുടുംബത്തിൻ്റെ പാർട്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് BJP പറയാൻ നിർബന്ധിതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ മൂന്നാം മുന്നണി അത് യുക്തിസഹമല്ല എന്ന് വന്നു കഴിഞ്ഞു. മലപ്പുറത്തെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാവാതെ UDF യോഗം അവസാനിപ്പിച്ചു. തർക്കമുള്ള സ്ഥലങ്ങളിൽ UDFന് പുറത്തുള്ള കക്ഷികളുമായി സഖ്യമുണ്ടാക്കരുതെന്ന് ഇരു പാർട്ടികളുടെയും നേതാക്കൾ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. പരമാവധി ഐക്യത്തിനാണ് ശ്രമിച്ചു വരുന്നതെന്ന് യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അബ്ദുൾ റബ്ബ് തുടങ്ങി ഇരു പാർട്ടികളുടെയും ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു UDF യോഗം. എന്നാൽ പ്രാദേശിക പ്രശ്നങ്ങളിൽ സമവായമുണ്ടാക്കാൻ യോഗത്തിന് കഴിഞ്ഞില്ല. തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ അനുമതി നൽകി. അത്തരം പഞ്ചായത്തുകളിലും നഗരസഭകളിലും മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് വ്യവസ്ഥ. UDFന് പുറത്തുള്ളവരുമായി സഖ്യം അനുവദിക്കുകയുമില്ല. 2 ദിവസം കൂടി ഉഭയകക്ഷി ചർച്ചകൾ തുടരും. പരമാവധി ഐക്യത്തിനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വളരെ പ്രോഗ്രസ് ഉണ്ട്. മിക്ക നല്ല ശതമാനം സ്ഥലങ്ങളിൽ UDF ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതാനും സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അത് വളരെ ഗൗരവമായി ഇന്നും നാളെയും പ്രാദേശിക തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. 12 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി, മഞ്ചേരി നഗരസഭകളിലുമാണ് ചേരിതിരിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. KT സ്വാലിഹ്, മലപ്പുറം. ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം തിങ്കളാഴ്ച ബീഹാറിലെ ആദ്യ ജനവിധിയെഴുത്ത് നടക്കും. 10 ജില്ലകളിലായി 49 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നിതീഷ് ലാലു സഖ്യത്തിന് ബീഹാറിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ബീഹാർ തലസ്ഥാനമായ പട്നയ്ക്ക് സമീപമുള്ള സമസ്തിപൂർ ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിലടക്കം 49 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. വടക്കേ ഇന്ത്യയിലെ ലെനിൻ കോട്ടയായി അറിയപ്പെടുന്ന ബച്ച്വാര നിയമസഭാ മണ്ഡലവും തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നേരിടും. ഇവിടെ CPI സ്ഥാനാർത്ഥിയാണ് സ്ഥിരമായി വിജയിച്ചു വരുന്നത്. ജമ്മു ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങളാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നത്. അതീവ പ്രശ്നബാധിത ബൂത്തുകളാണ് ഈ മാവോയിസ്റ്റ് ജില്ലയിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി ഹിന്ദുസ്ഥാനി ആവാം മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഹഗുനി ചൗധരി, മകൻ രാജേഷ് കുമാർ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന പ്രധാന നേതാക്കൾ. മൊത്തം 605 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി 4 തവണ റാലി നടത്തി. കേന്ദ്രമന്ത്രിമാരും പര്യടനങ്ങളിൽ സജീവമായിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ, നിതീഷ്, ലാലു എന്നിവരും എല്ലാ പ്രധാനപ്പെട്ട റാലികളിലും പങ്കെടുത്ത് പ്രചാരണം നയിച്ചു. ഇതുവരെ പുറത്തുവന്ന അഭിപ്രായ സർവേകൾ പ്രകാരം നിതീഷ് ലാലു സഖ്യം BJP നയിക്കുന്ന NDA സഖ്യത്തെ പരാജയപ്പെടുത്തും. സർക്കാർ ഉണ്ടാക്കാനുള്ള കേവല ഭൂരിപക്ഷം നിതീഷ് കുമാറിന് ലഭിക്കും. CNN IBA സർവേ പ്രകാരം നിതീഷ് സഖ്യം 137 സീറ്റും BJP 95 സീറ്റും നേടും. നീൽസൺ ABP സർവേ BJPക്ക് മുൻതൂക്കം നൽകുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. ആദ്യഘട്ട വോട്ടിങ്ങിന്റെ കണക്കെടുപ്പിലൂടെ ജനഹിതം എങ്ങോട്ടാണെന്നറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മുഖ്യ സഖ്യങ്ങൾ പങ്കുവയ്ക്കുന്നതും. ബീഹാറിൽ നിന്നും കാണാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്.